Hi, hello, welcome to my YouTube channel. ഇന്ന് ഞാൻ എൻ്റെ ഒരു മേക്കപ്പ് ബാഗ് അല്ലെങ്കിൽ മേക്കപ്പ് ബാഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ സ്കിൻ കെയറും ഒക്കെ ഞാൻ ഈ ഒരു ചെറിയൊരു ബാഗിലത്താണ് എപ്പോഴും കൊണ്ട് നടക്കാറ്. ട്രിപ്പ് പോകുമ്പോഴാണേലും എവിടെയൊക്കെ പോവാണേലും ഞാൻ ഈ ബാഗ് എടുക്കും. ഇതിലെല്ലാം ഞാൻ കൊള്ളിക്കും. എനിക്ക് അധികം മേക്കപ്പ് സാധനങ്ങളൊന്നുമില്ല. മെയിൻ ആയിട്ട് കുറച്ച് സ്കിൻ കെയർ ഐറ്റംസ് ഉണ്ട്, പിന്നെ ഒരു ഫൗണ്ടേഷനും അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് മേക്കപ്പ് സാധനങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് ഉള്ളത്. അപ്പൊ എന്തൊക്കെയാണ് നോക്കാം എന്റെ ബാഗിനകത്ത് ഉള്ളത്. ഓക്കെ, ഓപ്പൺ ചെയ്യാം. ഇതിന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആണ് ഇത്. റൈസ് സെറമൈഡിന്റെ മോയ്സ്ചറൈസർ ആണ് ഇത്. സത്യം പറഞ്ഞ അടിപൊളിയാണ്. ഇതിന്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്യാം. എനിക്ക് ഇട്ടിട്ട് നന്നായിട്ട് തോന്നിയൊരു മോയ്സ്ചറൈസർ ആണ്. ഇതാണ് എൻ്റെ ഒരു മോയ്സ്ചറൈസർ. പിന്നെ ഒരു ഫേസ് വാഷ് ഉണ്ട്. ഫേസ് വാഷ് സിമ്പിളിന്റെ ഫേസ് വാഷ് ആണ്. അതാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇതിന്റെ വേറൊരു മോഡലും ഉണ്ട്, ഒരു വൈറ്റ് കളറുള്ള. അതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടും നല്ലതാണ്. പിന്നെ അക്വലോജിക്കയുടെ സൺസ്ക്രീൻ ആണ് ഇത്. 50+ SPF ഉണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ. ഞാൻ ഇത് മാത്രല്ല വേറൊരു സൺസ്ക്രീൻ കൂടെ യൂസ് ചെയ്യുന്നത് ഏകദേശം തീർന്നു. ഡീകൺസ്ട്രക്റ്റിന്റെ ആണ്. ഡീകൺസ്ട്രക്റ്റിന്റെ ജെൽ സൺസ്ക്രീൻ ആണ്. SPF 55+ PA++ വരുന്നുണ്ട്. അപ്പം ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് തീർന്നു. പിന്നെ ഒരു ഹിമാലയൻ ബേബി പൗഡർ ഉണ്ട്. ഇത് ഞാൻ ചില സമയത്ത് എനിക്ക് ഈ ക്രീംസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് കുറച്ച് ഓയിലി ആയിട്ട് തോന്നും. ആ ടൈമിൽ ഞാൻ കുറച്ച് കയ്യിലാക്കിയിട്ട് എൻ്റെ മുഖത്ത് അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പം ഇതും എപ്പോഴും ഞാൻ കയ്യിൽ വെക്കാറുണ്ട്. പിന്നെ ഒരു മസ്കാര ആണ് ഇത്. കളർ ബാറിന്റെ മസ്കാര ആണ്. 2 സൈഡ് വരുന്നുണ്ട്. വോളിമൈസിങ്ങിന്റെ വരുന്നുണ്ട്. പിന്നെ ലെങ്തനിങ് മസ്കാര 2 സൈഡ് ഉണ്ട്. കൊള്ളാം, ഇത് നൈസാണ്. പിന്നെ ഞാൻ എപ്പോഴും ഒരു റേസർ കയ്യിൽ വെക്കാറുണ്ട്. ഫേസ് റേസർ ആണ്. ഞാൻ ഫേസ് കംപ്ലീറ്റ് അങ്ങനെ ഇത് ചെയ്യാറില്ല, രോമെടുത്ത് കളയാറില്ല. എനിക്ക് അത്ര ഫേസിൽ ഹെയർ എന്തൊക്കെയാ ഞാൻ പറയുന്നത്, ഫേസിൽ ഹെയർ ഇല്ല. അപ്പൊ ഞാൻ റേസർ വെച്ചിട്ട് ഈ ഇവിടെ മാത്രം എനിക്ക് ചെറിയതായിട്ട് വരും, അത് ഞാൻ റേസർ വെച്ചിട്ട് എടുക്കും. അപ്പം റേസർ എപ്പോഴും കയ്യിൽ വെക്കാറുണ്ട്. ഇത് അണ്ടർ ആം റോളർ ആണ്, കെമിസ്റ്റ് ലേയുടെ. ഇതും ഞാൻ എപ്പോഴും കയ്യിൽ വെക്കാറുണ്ട്. പിന്നെ ഉള്ളത് ഐലൈനർ ആണ്. ഇത് മേബ്ലിന്റെ ഐലൈനർ ആണ്. ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് വേറൊരു ഐലൈനറും കൂടി ഉണ്ട്, ബയോട്ടിക്കിന്റെ. ഇതെല്ലാം തിക്കായിട്ട് വരയ്ക്കണമെങ്കിൽ ഇത് അടിപൊളിയാട്ടോ. ബയോട്ടിക്കിന്റെ നല്ല തിക്കായിട്ട് വരും. പിന്നെ ഉള്ളത് സ്വിസ് ബ്യൂട്ടിയുടെ ഐബ്രോ പെൻസിലാണ്. ഇത് ബ്രൗൺ ആണ്. ഞാൻ ബ്രൗൺ ആണ് യൂസ് ചെയ്യാറ്, ബ്ലാക്ക് കളർ യൂസ് ചെയ്യാറില്ല. ഞാൻ ഇങ്ങനെ തിക്കായിട്ട് വരില്ല, ചെറുങ്ങനെ തൊട്ട് കൊടുക്കും, മാത്രമേ ഉള്ളൂ. അപ്പം ഇതാണ് ഐബ്രോ പെൻസിൽ. പിന്നുള്ളത് ബയോട്ടിക്കിന്റെ ലിപ് ബാം ആണ്. ഈ ഒരു ലിപ് ബാമും ഉണ്ട്. പിന്നെ എൻ്റെ വിഷ് കെയറിന്റെ ഒരു ലിപ് ബാമും ഉണ്ട്. രണ്ടും നൈസാണ്, കുഴപ്പമില്ല. ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, കുറച്ച് സമയത്തേക്ക് ഉണ്ടാവും. ഇതും കുഴപ്പമില്ല, അത്യാവശ്യം നിൽക്കുന്നുണ്ട്. എന്നാലും കുറേ ടൈം ഒന്നും നിൽക്കുന്ന പോലെ തോന്നിയിട്ടില്ല. നമ്മൾ റീഅപ്ലൈ ചെയ്യണം. വന്നിട്ട് ലിപ്പ് ആൻഡ് ചീക്ക് ടിന്റ് ആണ്, ഇൻസൈറ്റിന്റെ. ഇത് ഞാൻ ബ്ലഷ് ആയിട്ടാണ് ഉപയോഗിക്കാറ്, ലിപ്പിനധികം ഉപയോഗിക്കാറില്ല. എപ്പോഴൊന്നും ഉപയോഗിക്കാറില്ല, വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കാറുള്ളൂ ബ്ലഷ്.
പിന്നെയുള്ളത് കുറച്ച് ലിപ്സ്റ്റിക് ആണ്. ബ്ലൂ ഹെവന്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. പിന്നെ ഇതില് പേരില്ല, ഇത് ഞാൻ ഹെൽത്ത് ആൻഡ് ഗ്ലോ എന്ന് വാങ്ങിയതാണ്. ഷെയ്ഡ് കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ട് അടിച്ചു നിൽക്കുന്ന ഒരു ഷെയ്ഡാണ്. പിന്നെ ഡാസ്ലറിന്റെ ഒരു കോഡ് DLC024, ഈ ഒരു കോഡ്. ഇത് എനിക്ക് അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല, ഓക്കെയാണ്, ഒക്കേഷണലി ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ബയോട്ടിക്കിന്റെ ഒരു ലിപ്സ്റ്റിക് ഉണ്ട്. അപ്പം ഇത്ര ലിപ്സ്റ്റിക് ആണ് എൻ്റെ കിറ്റിലുള്ളത്. പിന്നെ നെയിൽ പോളിഷ് റിമൂവർ ഉണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഹെയർ സിറം, ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ ഒരു ലോറിയൽ പാരീസിന്റെ എക്സ്ട്രോർഡിനറി ഓയിൽ സെറം വിത്ത് 6 പ്രഷ്യസ് ഫ്ലോറൽ ഓയിൽ. ഇത് അത്യാവശ്യം അടിപൊളിയാണ്, എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു ഫൗണ്ടേഷൻ ആണ്, ഫൗണ്ടേഷൻ കളർ ബാറിന്റെ ഫൗണ്ടേഷൻ ആണ്. ഞാൻ ഇതൊരു കടയിൽ നിന്ന് വാങ്ങിയതാണ്, ഹെൽത്ത് ആൻഡ് ഗ്ലോ എന്നാണ് തോന്നുന്നു. അതെ, ഹെൽത്ത് ആൻഡ് ഗ്ലോ എന്ന്. അപ്പൊ ഞാൻ എൻ്റെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ട് അവിടുന്ന് തന്നെ നോക്കിയിട്ട് എടുത്തൊരു ഫൗണ്ടേഷൻ ആണ്. ഞാൻ ഫൗണ്ടേഷൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല, എന്തെങ്കിലുമൊക്കെ ഒക്കേഷണലി ഒക്കെ ഉപയോഗിക്കാറുള്ളൂ, എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോൾ, ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഉപയോഗിക്കാറുള്ളൂ. അപ്പം ഇതാണ് എൻ്റെ ഫൗണ്ടേഷൻ. അപ്പൊ ഇത്ര ഉള്ളൂ എൻ്റെ ബാഗില്. ഇതൊക്കെയാണ് ഞാൻ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന സ്കിൻ കെയറും മേക്കപ്പ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. മേക്കപ്പ് പ്രോഡക്ട്സ് അധികം ഇല്ല, സ്കിൻ കെയർ ആണ് കൂടുതൽ ഉള്ളത്. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പം ബൈ, കാണാം, ബൈ.